വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷനും ലൈഫ് സ്കിൽസും അതേപോലെ തന്നെ ഗൈഡൻസ് റിസോഴ്സ് സെൻറ്റർ, ഗൈഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇത്രയും പോയിന്റ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ യുനെസ്കോ കൊണ്ടുവന്നതാണ് 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഒന്നാമതായിട്ട് ലേണിംഗ് ടു നോ ഉണ്ട്, ലേണിംഗ് ടു ഡു ഉണ്ട്, ലേണിംഗ് ടു ലിവ് ടുഗദർ ഉണ്ട്, ലേണിംഗ് ടു ബി ഉണ്ട്. നമുക്കിത് ചിലപ്പം 5 മാർക്കിന് 4 പില്ലേഴ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിന് ഏതെങ്കിലും 1-2 പില്ലേഴ്സ്, അതായത് ലേണിംഗ് ടു ബി എന്താണ്, ലേണിംഗ് ടു നോ എന്താണ്, അങ്ങനെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കാനുള്ളത് ലേണിംഗ് ടു നോ ആണ്. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വി ലേൺ ടു ലേൺ, പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു, അത് തന്നെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. വി ലേൺ ടു ലേൺ. അപ്പം ഈ ലേണിംഗ് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ ആ ഒരു മാക്സിമം പോയിന്റ്സ് കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക. അപ്പം ഏതൊരു വ്യക്തിയാണെങ്കിലും അവൻ്റെ കോൺസെൻട്രേഷനും മെമ്മറി സ്കിൽസും തിങ്കിങ് എബിലിറ്റിയുമാണ് പഠനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. കോൺസെൻട്രേഷൻ, മെമ്മറി സ്കിൽസ്, തിങ്കിങ് എബിലിറ്റി. അപ്പം ഈ 3 വാക്കുകൾ മറക്കാതിരിക്കുക. ഇനി ഏത് രാത്രി എഴുന്നേൽപ്പിച്ച് ലേണിംഗ് ടു നോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 വാക്കുകൾ മറക്കാതിരിക്കുക: കോൺസെൻട്രേറ്റിംഗ്, മെമ്മറി സ്കിൽസ് ആൻഡ് എബിലിറ്റി ടു തിങ്ക്. അപ്പം സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബേസിക് നോളജ് നീഡഡ് ടു അണ്ടർസ്റ്റാൻഡ് അവർ എൻവയോൺമെൻറ്റ് ആൻഡ് ടു ലിവ് ഇൻ ഡിഗ്നിറ്റി. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് മനസ്സിലാക്കുവാനും ഡിഗ്നിറ്റിയിൽ ജീവിക്കുവാനും വേണ്ടുന്ന ഒരു ബേസിക് നോളജാണ്. ഇനി ലേണിംഗ് ടു ലേൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒരു മനുഷ്യൻ എങ്ങനെ പഠിക്കുന്നു, അല്ലെങ്കിൽ ഹൗ ടു ലേൺ ഡിപ്പെൻഡ്സ് ഓൺ ഡെവലപ്പിംഗ് വൺസ് കോൺസെൻട്രേഷൻ, മെമ്മറി സ്കിൽസ് ആൻഡ് എബിലിറ്റി ടു തിങ്ക്. ഈ 4 പില്ലേഴ്സ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഓർക്കാൻ എളുപ്പവഴി പറഞ്ഞുതരാം. ചിലപ്പം ചിലർക്കൊന്നും ദേഷ്യം വരില്ല. യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നവർ അത് ഫോളോ ചെയ്യുക. അപ്പം നമ്മൾ 18-ാം പടി എന്നുള്ള മമ്മൂട്ടിയുടെ പടം ഒരുവിധം എല്ലാവരും കണ്ടുണ്ടായിരിക്കും. അതിനകത്ത് മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാത്തിനെ കുറിച്ചും അറിയാം. ഇമോഷണലി ഹൈ ഡെവലപ്മെൻ്റ് ആണ്, മോറൽ വാല്യൂസിൽ ഹൈ ഡെവലപ്മെൻ്റ് ആണ്, ഭയങ്കര അഗാധമായിട്ടുള്ള നോളജാണ്, നല്ല രീതിയിൽ ജീവിക്കാൻ അറിയാം, ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാവരെയും വില കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഈ മമ്മൂട്ടിയുടെ ചെറുപ്പകാലത്തേക്ക് പോകാം. ഈ ചെറുപ്പകാലത്തിൽ ഇദ്ദേഹത്തിന് ആകെ ഒരു ക്വാളിറ്റി മാത്രമേ ഉള്ളായിരുന്നു. ഇദ്ദേഹത്തിന് എങ്ങനെ പഠിക്കണമെന്നും അറിയായിരുന്നു. ഇദ്ദേഹത്തിന് ഹൈ ഇൻ്റലക്ച്വൽ ലെവലുമായിരുന്നു. അപ്പം ലേണിംഗ് ടു നോ നല്ലപോലെ ഉണ്ടായിരുന്നു എന്ന് മാത്രം ചിന്തിക്കുക. അപ്പം ഇദ്ദേഹത്തിന് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു, നല്ല മെമ്മറി സ്കിൽസ് ഉണ്ടായിരുന്നു, നല്ല തിങ്കിങ് എബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അമ്മ എപ്പോഴും വഴക്ക് പറയും. ചുറ്റുപാടിനെ കുറിച്ച് യാതൊരു അറിവുമില്ല, ആളുകളെക്കുറിച്ച് അറിവില്ല, പഠനത്തിന് പുറമെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല എന്നും പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അമ്മ കളിയാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ ഓർത്ത് വയ്ക്കുക, ഇദ്ദേഹത്തിൻ്റെ അമ്മ കളിയാക്കാനായിട്ട് തുടങ്ങി. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു, പൊളിറ്റിക്സ്. അപ്പം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ലേണിംഗ് ടു ഡു എന്നുള്ള ആ ഒരു പില്ലർ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ഇദ്ദേഹം പരിശ്രമിച്ചത്. അപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഇദ്ദേഹം പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് കുറച്ച് പ്രാക്ടിക്കൽ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യുക, അതേപോലെ എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കാനായിട്ട് വില്ലിംഗ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ ടീം വർക്കിനായിട്ട് തയ്യാറാവുക. ഈ ഒരു 3 പോയിൻ്റായിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത്. ലേണിംഗ് ടു ഡു എന്നുള്ള പില്ലർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ പ്രധാനമായിട്ടും അക്വിസിഷൻ ഓഫ് പ്രാക്ടിക്കൽ സ്കിൽസ്, അതേപോലെ തന്നെ വില്ലിങ്നെസ് ടു ടേക്ക് ടാസ്ക് അല്ലെങ്കിൽ റിസ്ക്, ഇനിയൊരു ടീമിൻ്റെ കീഴിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള സന്നദ്ധത. ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിലൂടെ അദ്ദേഹം നേടുവാനായിട്ട് പരിശ്രമിച്ചത്. അപ്പം അതിൽ അദ്ദേഹം വിജയിച്ചു. അപ്പോൾ എന്താണ്, നല്ല രീതിയിൽ ജോലി ചെയ്യുവാനായിട്ടും ഇനി ഏത് ജോബ് കിട്ടിയാലും അത് ഏറ്റെടുക്കുവാനായിട്ടും എല്ലാം അദ്ദേഹം റെഡിയായി. അപ്പം ലേണിംഗ് ടു ഡൂവിൽ വരുന്ന എന്തൊക്കെയാണ്? അക്വിസിഷൻ ഓഫ് പ്രാക്ടിക്കൽ സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ് ഫോർ ടീം വർക്ക്, റെഡിനെസ് ടു ടേക്ക് ടാസ്ക്, അതേപോലെ തന്നെ ഡിസേണിങ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, ആളുകളെ വിവേചിച്ചറിയുവാനായിട്ടുള്ള ഒരു ശക്തി. വിവേചനം എന്താണ്? വർണ്ണവിവേചനമല്ല, ആളുകൾ തമ്മിലുള്ള വ്യത്യാസം, 2 കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അതാണ് ഇവിടെ ഡിസേൺമെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം മമ്മൂട്ടിയുടെ ഫസ്റ്റ് ക്യാരക്ടർ എന്താണ്? ആകെ എങ്ങനെ പഠിക്കണം, കുറച്ച് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നോളജ് മാത്രമേ ഉള്ളായിരുന്നു. അമ്മ വഴക്ക് പറഞ്ഞു, പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി, പ്രാക്ടിക്കൽ സ്കിൽസ് കൂടെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. ഇങ്ങനെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയപ്പം അറിയാതെ മറ്റൊരു പില്ലർ ഓഫ് എഡ്യൂക്കേഷൻ കൂടെ അദ്ദേഹം സ്വായത്തമാക്കി. ഏതായിരുന്നു അത്? ലേണിംഗ് ടു ലിവ് ടുഗദർ. മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി ഗ്രൂപ്പ് വർക്കൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. എന്ത് മനസ്സിലായി? മറ്റുള്ളവരോട് സഹാനുഭൂതിയും മറ്റുള്ളവർ റെസ്പെക്റ്റും
അപ്രീസിയേഷനൊക്കെ ഉണ്ടായി. അതായത് ഹി ഹാഡ് ഡെവലപ്ഡ് എംപതി, റെസ്പെക്റ്റ് ആൻഡ് അപ്രീസിയേഷൻ. പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. എങ്ങനെയാണ് മനസ്സിലാക്കാൻ തുടങ്ങിയത്? മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവരെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് തുടങ്ങി. ഇനി എങ്ങനെയാണ് ഈ മറ്റുള്ളവരെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? അമ്മ പറഞ്ഞു ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു, പഠനമൊഴികെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു. അപ്പം ഒരു സെൽഫ് അവയർനെസ് ഉണ്ടായി. ഈ സെൽഫ് അവയർനെസ്സിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് അദ്ദേഹം പോയി. അപ്പം സെൽഫ് അവയർനെസ്സിന് വേണ്ടിയാണ് ലേണിംഗ് ടു ഡൂവിലേക്ക് പോയത്. പക്ഷേ അറിയാതെ ലേണിംഗ് ടു ലിവ് ടുഗദർ കൂടെ ഡെവലപ്പ് ചെയ്തു. ലേണിംഗ് ടു ലിവ് ടുഗദർ എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ മറ്റുള്ളവരെക്കുറിച്ച് മനസ്സിലാക്കുക. ഒരു ഡയലോഗിലൂടെ, മറ്റുള്ളവരോട് സംഭാഷണത്തിലൂടെ മറ്റുള്ളവരെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പം എന്താ അവിടെ നടക്കുന്നത്? നമ്മൾ ആദ്യം നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കി, എന്നിട്ട് മറ്റ് വ്യക്തികളെ കൂടെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു. അതാണ് ലേണിംഗ് ടു ലിവ് ടുഗദറിൽ വരുന്നത്. അപ്പം ലേണിംഗ് ടു ലിവ് ടുഗദർ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് ഏറ്റവും എംഫസൈസ് ചെയ്തിട്ടുള്ളത്. അതായത് യുനെസ്കോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു പില്ലറാണ് ലേണിംഗ് ടു ലിവ് ടുഗദർ. ഇതിനകത്ത് എന്താണ് വരുന്നത്? ആദ്യം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നു, എന്നിട്ട് മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ അവരെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം മമ്മൂട്ടി ഇപ്പോൾ എവിടെ നിൽക്കുകയാണ്? ലേണിംഗ് ടു നോ ഡെവലപ്പ് ചെയ്തു. അതേപോലെ തന്നെ ലേണിംഗ് ടു പൊളിറ്റിക്സ് ഇറങ്ങി ലേണിംഗ് ടു ഡൂവും ലേണിംഗ് ടു ലിവ് ടുഗദറും ഡെവലപ്പ് ചെയ്തു. ഓക്കെ, അപ്പം ഈ രണ്ട് പില്ലേഴ്സ് അദ്ദേഹം, അപ്പം ആദ്യമേ ലേണിംഗ് ടു നോ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ലേണിംഗ് ടു ഡൂവും ലേണിംഗ് ടു ലിവ് ടുഗദറും പൊളിറ്റിക്സ് ഇറങ്ങിയപ്പോൾ കിട്ടിയല്ലേ. ഇപ്പം കുറച്ചുകൂടെ ബോധം വെച്ചു. അപ്പം മമ്മൂട്ടി വിചാരിച്ചു ഇങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്നിട്ട് എന്താണ് ഉപയോഗം? അദ്ദേഹം വിചാരിച്ചു ഒരു സ്കൂൾ തുടങ്ങാം, ഒരു സ്കൂള് സ്വന്തമായിട്ട് തുടങ്ങാം. ആ സ്കൂളിൻ്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു? ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സണാലിറ്റിയുടെ എല്ലാ ആസ്പെക്ട്സിലും കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കുക. അപ്പം അതാണ് ലേണിംഗ് ടു ബി എന്നുള്ള നാലാമത്തെ പില്ലർ. അപ്പം ലേണിംഗ് ടു ബിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ദി ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ്, റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഡെവലപ്പിംഗ് ആൻഡ് മേക്കിംഗ് എ പേഴ്സൺ എ കംപ്ലീറ്റ് വൺ. ഒരു കംപ്ലീറ്റ്നെസ്സിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുക. ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രോഡനിങ് ഓഫ് കെയർ ഫോർ ഈച്ച് ആസ്പെക്റ്റ് ഓഫ് ദി പേഴ്സണാലിറ്റിയുടെ ഓരോ ആസ്പെക്റ്റിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതൊക്കെയാണ് ലേണിംഗ് ടു ബിയിൽ വരുന്നത്. അപ്പം ഈ 18ാം പടി ഓർത്ത് തെറ്റിക്കാതിരിക്കുക. എന്തായിരുന്നു? ഫസ്റ്റ് ലെവലിൽ എങ്ങനെ പഠിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അപ്പം എന്താണ് പഠനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? എന്താണ്? കോൺസെൻട്രേഷൻ, തിങ്കിങ് എബിലിറ്റി. അതേപോലെ തന്നെ എന്തും കൂടെ ഉണ്ടായിരുന്നു? മെമ്മറി സ്കിൽസും ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം എന്തിലേക്ക് ഇറങ്ങി? പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ ലേണിംഗ് ടു ഡു, ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി. പക്ഷേ കുറേ പേരോടൊക്കെ സംസാരിച്ചപ്പം എന്തുകൂടെ കിട്ടി? ലേണിംഗ് ടു ലിവ് ടുഗദർ കൂടെ കിട്ടി. അപ്പം ഈ ഉള്ള നോളജ് എല്ലാം കൂടെ വെച്ച് ഒരു മനുഷ്യൻ്റെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിനായിട്ട് പരിശ്രമിക്കാമെന്ന് വിചാരിച്ച് ലേണിംഗ് ടു ബി എന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഒരു സ്കൂൾ തുടങ്ങി. ഇത്രയാണ് 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. നമുക്കിനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ലൈഫ് സ്കിൽസ് ആണ്. അപ്പം ലൈഫ് സ്കിൽസ് വീണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദി എബിലിറ്റി ഫോർ അഡാപ്റ്റീവ് ആൻഡ് പോസിറ്റീവ് ബിഹേവിയർ ദാറ്റ് എനേബിൾ ഇൻഡിവിജ്വൽസ് ടു ലീഡ് എഫക്റ്റീവ്ലി വിത്ത് ദി ഡിമാൻഡ്സ് ആൻഡ് ചാലഞ്ചസ് ഓഫ് എവരിഡേ ലൈഫ്. ഒരു പ്രത്യേക സിറ്റുവേഷൻ എങ്ങനെ കവറപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കാം, ഓരോ സിറ്റുവേഷനോടും എങ്ങനെ പ്രതികരിക്കാം, അതെങ്ങനെ ഓവർകം ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസാണ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ. അപ്പം ലൈഫ് സ്കിൽസ് നമുക്ക് വേണ്ടുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള സ്കിൽസ് കുട്ടികളെ പഠിപ്പിക്കുക. ഇതെങ്ങനെ പഠിപ്പിക്കാം, എന്തൊക്കെയാണ് കോർ ലൈഫ് സ്കിൽസ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഏകദേശം ഒരു 10 കോർ ലൈഫ് സ്കിൽസ് ഉണ്ട്. ഇത് എക്സാമിന് ചോദിക്കുകയോ ഇല്ല എന്നുള്ളതിൽ ഉറപ്പില്ല, എങ്കിലും ഒരു 5 എങ്കിലും പഠിച്ചു വയ്ക്കാനുള്ള ശ്രമിക്കുക. അപ്പം നമുക്ക് ആദ്യം തന്നെ സെൽഫ് അവയർനെസ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒന്നാമതായിട്ട് സെൽഫ് അവയർനെസ്. അപ്പം ലൈഫ് സ്കിൽ എന്താണ്? ദ എബിലിറ്റി ദാറ്റ് ഹെൽപ്സ് ടു പ്രൊമോട്ട് ഓവറോൾ വെൽബീയിങ് ആൻഡ് കോമ്പീറ്റൻസ് ഇൻ യങ് പീപ്പിൾ. അപ്പം അതിനെ സഹായിക്കുന്ന ഒരു ലൈഫ് സ്കിൽ തന്നെയാണ് സെൽഫ് അവയർനെസ് അല്ലേ. ഇനി രണ്ടാമത് എന്താണ്? എമ്പതി, മറ്റുള്ളവരോടുള്ള എബിലിറ്റി ടു ഇമാജിൻ വാട്ട് ഈസ് ലൈഫ് ലൈക്ക് ഫോർ അതേഴ്സ്. മറ്റുള്ളവരോടുള്ള അനുകമ്പയാണോ? അല്ല, മറ്റുള്ളവരുടെ ഫീലിംഗ് അല്ല, അവരുടെ ഫീലിംഗ് നമ്മൾ തന്നെ ആ ഒരു സ്ഥാനത്ത് നിന്നും അത് ഫീൽ ചെയ്യുക. അതാണ് എംപതി എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ക്രിയേറ്റീവ് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് വിത്ത് ഇമോഷൻ. ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട 10
ലൈഫ് സ്കിൽസ്. ഇനി എങ്ങനെയൊക്കെ ലൈഫ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാം? നമുക്കൊരു സ്കൂളിനെ ബേസ് ചെയ്ത് പറയാം. എങ്ങനെയൊക്കെ ലൈഫ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാം കുട്ടികളുടെ? ഒരു പ്രോബ്ലം വേണമെങ്കിൽ പെട്ടെന്ന് ഇട്ട് കൊടുക്കുക. ഒരു സ്മോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, എന്തെങ്കിലും ടാസ്കുകൾ കൊടുക്കുക, അതേപോലെ തന്നെ റോൾ പ്ലേസ് നടത്തുക. ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തുള്ള റോൾ പ്ലേസ് നടത്താം, അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് കുട്ടികൾ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിംഗ് ടോപ്പിക്കിനെ കുറിച്ചൊരു ഡിബേറ്റ് കൊടുക്കാം. ക്ലാസ് റൂം ഡിസ്കഷൻസ്, ബ്രെയിൻ സ്റ്റോമിങ്, ഇവയെല്ലാമാണ് മെത്തേഡ്സ് ഓഫ് എൻഹാൻസിങ് ലൈഫ് സ്കിൽസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഗൈഡൻസ് ആണ്. അപ്പം ഗൈഡൻസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ നയിക്കുക, അല്ലെങ്കിൽ ലീഡ് ചെയ്യുക, അല്ലെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുക, അവരുടെ തെറ്റുകൾ പോയിൻ്റ് ഔട്ട് ചെയ്യുക, തിരുത്തുക, അല്ലെങ്കിൽ ഒരു പുതുതായിട്ടൊരു മാർഗം, ഒരു പാത കാണിച്ചു കൊടുക്കുക. അപ്പം എന്താണ് ഗൈഡൻസ്? മീൻസ് പ്രൊവൈഡിങ് സം അപ്പം ഗൈഡൻസ് എന്താണ്? പ്രൊവൈഡിങ് സം ഹെൽപ്പ് ബൈ സംബഡി ടു സംബഡി. ആരോ ഒരാൾക്ക് വേണ്ടി ഒരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പം ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് പീപ്പിളിനെ ഉപദേശിക്കുന്നു, അത് തന്നെയാണ്, അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നു, ഇത് തന്നെയാണ് ഗൈഡൻസിൽ വരുന്നത്. അപ്പം ഗൈഡൻസിന് കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഗൈഡൻസ് ആരായിരിക്കും നൽകുന്നത്? ഒരു പ്രായം കുറഞ്ഞ വ്യക്തിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തി നൽകുന്നു, അല്ലെങ്കിൽ പ്രായം കൂടുതലുള്ളൊരു വ്യക്തി പ്രായം കുറഞ്ഞ വ്യക്തിക്ക് അഡ്വൈസ് നൽകുന്നു. ഇനി B.F. സ്കിന്നർ നൽകിയ ഒരു ഗൈഡൻസിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഡെഫിനിഷനായിട്ട് എഴുതണമെങ്കിൽ അത് ഓർത്ത് വയ്ക്കുക. ഗൈഡൻസ് ഈസ് എ പ്രോസസ് ഓഫ് ഹെൽപ്പിംഗ് യങ് പേഴ്സൺസ് ടു ലേൺ ടു അഡ്ജസ്റ്റ് ടു സെൽഫ്, ടു അതേഴ്സ് ആൻഡ് ടു സർക്കംസ്റ്റാൻസ്. അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ആയിട്ടാണ് ഒരു ഗൈഡൻസിനെ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്താണ്? ലേൺ ടു അഡ്ജസ്റ്റ് ടു സെൽഫ്, അവരോട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അതേപോലെ മറ്റുള്ളവരോട്, മറ്റ് സാഹചര്യങ്ങളോട്. അങ്ങനെയാണ് B.F. സ്കിന്നർ ഗൈഡൻസിനെ കുറിച്ച് പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഗൈഡൻസും കൗൺസിലിംഗും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ഗൈഡൻസ് എന്ന് പറയുന്നൊരു സിമ്പിൾ അഡ്വൈസ് ആണ്. എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂവിനെ ബേസ് ചെയ്ത്, അതിപ്പോൾ ഇമോഷണൽ ഇഷ്യൂ ആയിരിക്കാം, പേഴ്സണൽ ഇഷ്യൂസിനെ ബേസ് ചെയ്ത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് നൽകുന്ന അഡ്വൈസ് ആണ്. പക്ഷേ കൗൺസിലിംഗ് എന്താണ്? ഒരു പ്രൊഫഷണൽ അഡ്വൈസ് ആണ്, അല്ലേ? അതിനൊരു മാസ്റ്റർ ഡിഗ്രി ഉള്ള ഒരാൾ ഒരു പ്രൊഫഷണലി അഡ്വൈസ് കൊടുക്കുന്നു. എങ്ങനെയുള്ള ഇഷ്യൂസിനാണ്? ഒന്നുകിൽ പേഴ്സണൽ ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഗൈഡൻസ് എന്താണ്? സത്യം പറഞ്ഞാൽ ഒരു രീതിയിൽ തടയുകയാണ്, എന്തെങ്കിലും ആപത്തിൽ പോയി വീഴാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും മന്ദബത്തിൽ പോയി ചാടാതെ തടയുകയാണ്. പക്ഷേ ഗൈഡൻസ് എന്താണ്? ഒരു റെമഡിയൽ മെഷർ പോലെയാണ്, ഒരു ക്യൂറേറ്റീവ് മെഷർ പോലെയാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഗൈഡൻസ് പ്രിവെൻറ്റീവായിട്ടും കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു റെമഡിയൽ മെഷർ പോലെയുമാണ്. ഒരു സംഭവം ഉണ്ടായി അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത്. മൂന്നാമതായിട്ട് ഗൈഡൻസ് എപ്പോഴും എന്താണ്? എക്സ്ട്രോവേർട്ടഡ് ആണ്. നമുക്കിപ്പോൾ പൊതുവായിട്ട് എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ. ഇൻട്രോ എന്താണ്? അകത്തേക്ക് ഒതുങ്ങി നിൽക്കുക. എക്സ്ട്രോ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എല്ലാവരോടും ബിഹേവ് ചെയ്യുന്ന ആളുകൾ. അപ്പം എക്സ്ട്രോവേർട്ടഡ് ആണ് ഗൈഡൻസ്, പക്ഷേ കൗൺസിലിങ്ങോ ഇൻട്രോവേർട്ടഡ് ആണ്. ഇനി നമുക്ക് പ്രധാനമായിട്ട് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്നത് ഗൈഡൻസ് ആണ്. അതേസമയത്ത് ഒരു പെർസെപ്ഷൻ മാറ്റുവാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്നത് എന്താണ്? കൗൺസിലിംഗ് ആണ്. അപ്പം അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ആരെ എവിടെ വെച്ച് വേണമെങ്കിലും ഗൈഡൻസ് കൊടുക്കാം. പക്ഷേ ഒരിക്കലും നമ്മൾ ഒരു 10 പേർ മുമ്പ് വെച്ച് ഒരാളെ കൗൺസിൽ ചെയ്യത്തില്ല. കൗൺസിലിംഗ് എപ്പോഴും എന്തായിരിക്കും? കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. പ്രത്യേകിച്ച് പേഴ്സണൽ ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയതുകൊണ്ട് കുറച്ച് പേഴ്സണലായിട്ടാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഇനി ഗൈഡൻസ് കൂടുതലായിട്ടും ഒരു ഇൻ്റലിജൻസ് ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഒരാളുടെ ഇൻ്റലിജൻസ് ആസ്പെക്റ്റ് കൂട്ടാൻ. പക്ഷേ എന്താണ് കൗൺസിലിങ്ങിൽ വരുന്നത്? നമ്മളൊരു ഇൻ്റലിജൻറ്റ് ഫാക്ടറോടെ വരുന്നില്ല. നമ്മൾ കൂടുതലായിട്ടും ഇമോഷണൽ ആസ്പെക്റ്റിനെ മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് ഗൈഡൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1-to-1 ആയിരിക്കാം. ഒരാളെ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു സെക്ഷൻ ഓഫ് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഉപദേശിക്കുന്നു. പക്ഷേ കൗൺസിലിങ്ങിലോ ഓൾവേസ് ഇറ്റ് ഈസ് എ 1-to-1. ഒരു 10 പേര് ചേർന്നല്ല ഒരാളെ കൗൺസിൽ ചെയ്യുന്നത്, അല്ലേ? എപ്പോഴും 1-to-1 ആയിരിക്കും കൗൺസിലിംഗ്. സോ അത്രയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിൻ്റെ വ്യത്യാസം. നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗൈഡൻസ് ആണ്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കണ്ടിന്യൂസ് ആയിരിക്കും, ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ അഡ്വൈസ് നൽകുന്നത്. ഇനി
ഒന്നെങ്കിൽ കപ്പാസിറ്റീസ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പോസിറ്റീവ് അഡ്വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർക്ക് സർവീസ് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള അഡ്വൈസ് ആയിരിക്കും. സോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നൽകുന്ന അഡ്വൈസസ്. ഇതെല്ലാമാണ് എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത്, ഗൈഡൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഗൈഡൻസ് പ്രധാനമായിട്ട് 3 വിധമുണ്ട്. ഒന്ന് എഡ്യൂക്കേഷണൽ ഗൈഡൻസ്. നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കുട്ടിക്ക് അവൻ്റെ ക്ലാസ്, സ്കൂള്, അവൻ്റെ ലേണിംഗ് സ്ട്രാറ്റജീസ്, അവൻ്റെ പഠനം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന എല്ലാവിധ അഡ്വൈസസും എഡ്യൂക്കേഷണൽ ഗൈഡൻസ് ആണ്. ഇനി ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ജോബ് ചൂസ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള അഡ്വൈസ് എല്ലാം റിലേറ്റഡ് ടു ദാറ്റ് സോർട്ട് ഓഫ് അഡ്വൈസ് എല്ലാം വൊക്കേഷണൽ ഗൈഡൻസ് ആണ്. ഇനി മൂന്നാമതായിട്ട് പേഴ്സണൽ ഗൈഡൻസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഡ്യൂക്കേഷണലിനെയും വൊക്കേഷണലിനെയും പേഴ്സണൽ ഗൈഡൻസ് എന്ന് വേണമെങ്കിലും പറയാം. ഇനി നമുക്ക് ഗൈഡൻസിനെ കുറിച്ച് പഠിക്കാനുള്ള 3 പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഗൈഡൻസ് സെല്ല്, ഗൈഡൻസ് കമ്മിറ്റി, അതേപോലെ തന്നെ ഗൈഡൻസ് റിസോഴ്സ് സെൻറ്റർ. അപ്പം നമുക്ക് ആദ്യം ഗൈഡൻസ് സെല്ല് പഠിക്കാം. അപ്പം ഗൈഡൻസ് സെല്ല് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ SCRT അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിലായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള പോയിൻ്റാണ് ഗൈഡൻസ് കമ്മിറ്റി. അപ്പം ഗൈഡൻസ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? കുറേയധികം പേര് ചേർന്നതാണ് ഗൈഡൻസ് കമ്മിറ്റി. ഒരു 3-4 പേഴ്സൺസ് ഫ്രം SCRT, അതേപോലെ ഡയറ്റ്, സ്റ്റേറ്റ്, RMSA, ഇങ്ങനെയുള്ള ഓരോ സെപ്പറേറ്റ് ബോഡീസിൽ നിന്നും കുറച്ച് പേര് ചേർന്ന ഒരു കമ്മിറ്റിയാണ് ഗൈഡൻസ് കമ്മിറ്റി. അപ്പം ഗൈഡൻസ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്തൊക്കെയായിരിക്കും? സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഗൈഡൻസ് സർവീസസ്, ഗൈഡൻസ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുക, ടൂൾസ് പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെയാണ് ഗൈഡൻസ് കമ്മിറ്റിയിൽ വരുന്നത്. ഇനി നമുക്ക് ഗൈഡൻസ് റിസോഴ്സ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം ഗൈഡൻസ് റിസോഴ്സ് സെൻറ്റർ എന്താ ചെയ്യുന്നത്? ഈ സ്കൂളുകളിൽ പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുക്കുക, അങ്ങനെയുള്ള സ്കൂളുകളിലെ റിസോഴ്സസ്, ടൂൾസ്, ഇവയെല്ലാം നയിക്കുന്നത് ഗൈഡൻസ് റിസോഴ്സ് സെൻ്ററാണ്. നമുക്കിനി നമ്മുടെ സിലബസിൽ പ്രധാനമായിട്ടൊരു ടോപ്പിക് എടുത്ത് പറയുന്നുണ്ട്, ഗൈഡൻസ് സെൽസിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ. അപ്പോൾ എന്തൊക്കെയായിരിക്കും? ഇത് ഞാൻ പ്രിപ്പയർഡ് അല്ല, ഞാൻ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് പറയുകയാണ്. എന്തൊക്കെയായിരിക്കും ഗൈഡൻസ് സെൽസിൻ്റെ ഇമ്പോർട്ടൻസ്? എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയുള്ള എഡ്യൂക്കേഷൻ. അതിനകത്തിപ്പോൾ എന്താണ്? സ്പെഷ്യലി ഏബിൾഡ് കാണും, നോർമൽ സ്റ്റുഡൻസ് കാണും, എന്തെങ്കിലും ഒക്കെ ഉള്ള സ്റ്റുഡൻസും കാണും അല്ലേ? അപ്പം ഇവരെ പഠിപ്പിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അതിന് വേണ്ടുന്ന സ്കിൽസ് ഉണ്ടാകണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ടീച്ചേഴ്സിന് വേണ്ട സ്കിൽസ് എക്യുപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട നോളജ് കൊടുക്കുക, വേണ്ട അഡ്വൈസ് കൊടുക്കുക. ഇത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നോർമൽ സ്റ്റുഡൻസിന് സ്പെഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിനോട് പ്രോപ്പറായിട്ട് പെരുമാറാൻ അറിയത്തില്ല. അങ്ങനെയുള്ള കേസുകളിൽ അവർക്ക് വേണ്ടുന്ന അഡ്വൈസ് കൊടുക്കുക. ഇനി സ്പെഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസ്, അപ്പം അവർക്ക് എന്താണ്? എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എബിലിറ്റി കാണും. ആ എബിലിറ്റി തിരിച്ചറിയുക, അതിനെ ബേസ് ചെയ്ത് അവരുടെ എഡ്യൂക്കേഷൻ രീതി മാറ്റിവിടുക, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടെത്തുക, അതുമായിട്ട് ബന്ധപ്പെടുത്തി അവരെ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട 3 പോയിന്റ്. ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? കുറച്ച് മാനദണ്ഡങ്ങളും കുറച്ച് സ്ട്രാറ്റജീസും ഒക്കെ പ്രോപ്പറായിട്ട് ഡിവൈസ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് ഒരു ഗൈഡൻസ് സെല്ലിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് റോൾ. ഏത് കേസിൽ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ കേസിൽ. സോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത്. സോ എല്ലാം ഒന്നുകൂടെ എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ട് എഴുതി തന്നെ പഠിക്കുവാനും ശ്രദ്ധിക്കുക. താങ്ക്സ്.